ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സുപ്രീം കോടതി തീരുമാനത്തെ വിമർശിച്ച് ചാൻസലർ കൂടിയായി ഗവർണർ. ചാൻസലർക്കാണ് VC നിയമിക്കാനുള്ള അധികാരം. ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം. സെർച്ച് കമ്മിറ്റി വെച്ച് കോടതി വൈസ് ചാൻസലറെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും ഗവർണർ. സലീം മാലിക്കുണ്ട് തിരുവനന്തപുരത്ത്. സലീം, എന്താണ് ഗവർണറുടെ വിമർശനം? ഉന്മേഷ്, ഇന്ന് നടന്ന ഒരു പൊതുപരിപാടിയിലാണ് ഗവർണർ സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC-മാരുടെ വിഷയത്തിൽ സുപ്രീം കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയത്. VC-മാരെ സുപ്രീം കോടതി തീരുമാനിക്കും എന്നുള്ളതായിരുന്നു. അതിനായി പേരുകൾ മുദ്രവെച്ച കവറിൽ നൽകാനും ജസ്റ്റിസ് ദൂലിയ കോടതിയുടെ ഭാഗത്ത് നിന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. VC നിയമനത്തിൽ സമവായത്തിലെത്താത്തതോടുകൂടിയായിരുന്നു കോടതിയുടെ ഈ ഇടപെടൽ. ഇതിലാണ് വലിയ വിമർശനം ഇപ്പോൾ കോടതിക്കെതിരെ ഗവർണർ ഉയർത്തിയിരിക്കുന്നത്. VC-യെ നിയമിക്കാൻ എന്ത് അധികാരമാണുള്ളത് എന്നുള്ളതാണ് ഗവർണർ ചോദിച്ചത്. VC നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണ്. UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ഒക്കെ ചൂണ്ടിക്കാണിച്ചായിരുന്നു ഗവർണറുടെ പരാമർശം. എന്നാൽ ഇപ്പോൾ കോടതി ഇതൊന്നും പരിഗണിക്കുന്നില്ല. ഇത് ശരിയല്ല എന്നും സെർച്ച് കമ്മിറ്റിയെ വെച്ച് കോടതി VC-യെ തീരുമാനിക്കുന്നത് ശരിയല്ല എന്നുമായിരുന്നു ഗവർണർ പറഞ്ഞത്. ഒപ്പം തന്നെ നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നത് ശരിയല്ല. ഓരോരുത്തരുടെയും ചുമതലകളെ കോടതി ബഹുമാനിക്കണം എന്നും ഗവർണർ പറഞ്ഞു. നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും കോടതി ഇങ്ങനെ പറഞ്ഞേക്കാമെന്നും പരിഹാസ രൂപത്തിൽ ഗവർണർ പറയുകയായിരുന്നു. യഥോ ധർമ്മ തഥോ ജയ എന്നുള്ളതാണ് കോടതിയിൽ നിന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നും ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഇന്ന് നടന്നൊരു പൊതുപരിപാടിയിൽ പറഞ്ഞു. അത് ഈ നിയമപരമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയിലാണ് ഗവർണർ പങ്കെടുത്തത്. അതിലാണ് കോടതിയെ. ശരി സലീം, അത് പ്രധാനപ്പെട്ടതുമാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ. സലീം മാലിക് വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.